ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ ഇപ്പോൾ വളരെയധികം ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ പരമാവധി എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഒരു കോഡ്ലെസ് ഡ്രില്ലിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ അൺബോക്സിങ് ഞാൻ ഷോർട്ട് വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഡ്രിൽ മെഷീൻ അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രിൽ മെഷീൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കോഡ്ലെസ് ഡ്രില്ലാണ്, അതായത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഡ്രില്ലാണ്. സാധാരണ കറണ്ടിൽ വയ്ക്കുന്ന ഡ്രില്ലല്ല. അപ്പോൾ എനിക്ക് ഈ ഒരു ഡ്രില്ലിൻ്റെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ ഡ്രില്ലാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറയാം. പിന്നെ അതുപോലെ തന്നെ ഇത് 20 വോൾട്ടിൽ വെക്കാവുന്ന ഡ്രില്ലാണ് കേട്ടോ. ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രിൽ ചെക്കിൻ്റെ വലുപ്പം മാക്സിമം 10 mm വരെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ RPM കാര്യങ്ങളൊക്കെ ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സിംഗിൾ ബാറ്ററി ഉള്ളതാണ് കേട്ടോ. ഡബിൾ ബാറ്ററി ഉള്ളതിന് റേറ്റ് കൂടുതലാണ്. ഞാൻ എന്തായാലും സിംഗിൾ ബാറ്ററി ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഡ്രിൽ ബിറ്റും കാര്യങ്ങളൊന്നും ഇതിലുള്ളതല്ല, ഇതിനെ സെപ്പറേറ്റ് വാങ്ങിയതാണ്. ആദ്യം തന്നെ നമ്മുടെ യൂസർ മാനുവൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതിൽ വരുന്നത് ഇതാണ് നമ്മുടെ ബാറ്ററി. ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഐസോം എന്ന് പറയുന്ന കമ്പനിയുടെ ഡ്രിൽ മെഷീനാണിത്. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ലോക്ക് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇവിടെയാണ് നമ്മൾ ചാർജർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ചാർജർ കേട്ടോ. ഇതിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന ടൈമിൽ റെഡ് ലൈറ്റും അതുപോലെ തന്നെ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റും കഴിയുന്ന ഒരു ടൈപ്പിലുള്ള ഒരു ലിഥിയം അയൺ ബാറ്ററിയുടെ ചാർജറാണ്. ഈ ഡ്രിൽ ബിറ്റിലുള്ളതല്ല, ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഇതിൽ 2 ഡ്രിൽ ബിറ്റ് വരുന്നുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മൾ ഒരു കുളത്താണ്, അതായത് നമ്മൾ ഹൈറ്റിലൊക്കെ പണിയെടുക്കുന്ന ടൈമിൽ നമുക്കിത് കുളത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ലോക്ക് സെറ്റപ്പാണത്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഊരിയിട്ട് ഇത് ഇവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് എവിടെയെങ്കിലൊക്കെ തൂക്കിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ഞാനിതിൽ ഏതായാലും ഫിറ്റ് ചെയ്യുന്നില്ല, എനിക്കപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രിൽ മെഷീൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കമ്പനിയുടെ പേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഒന്നാമത്തെ ഡ്രിൽ ബിറ്റ്. ഇത് ഡ്രിൽ ബിറ്റ് അല്ല, സ്ക്രൂ ബിറ്റാണ്. അപ്പോൾ ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബിറ്റ് തന്നെ കേട്ടോ. ഞാനിത് യൂസ് ചെയ്തതാണ്. ഞാൻ 2 ആഴ്ചയോളമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്ക് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണിത്. അപ്പോൾ ഞാനിത് ലോക്ക് ചെയ്ത് വെച്ചാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏത് സൈഡിലേക്കാണ് അമർത്തി വെക്കുന്നത് ആ സൈഡിലേക്ക് റിവേഴ്സ് അതുപോലെ ഫോർവേഡ് തിരിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ ഫോർവേഡ് തിരിയും, ഇങ്ങോട്ടേക്ക് റിവേഴ്സ് തിരിയും, അതുപോലെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഞാൻ ഇതിൽ ബാറ്ററി ഇട്ടൊന്ന് കാണിച്ചിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഹാമർ മോഡ്, സ്ക്രൂ മോഡ്, ഡ്രിൽ മോഡ്, അങ്ങനെ 3 മോഡ് വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഇതിൽ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡ്രിൽ മെഷീൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്ററി എങ്ങനെ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലോക്കായി വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൽ ബാറ്ററി കണക്കിയിട്ടുണ്ട്. ഇനി സ്വിച്ച് ഏതെങ്കിലും സൈഡിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക. കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ നമുക്കിത് സ്വിച്ച് പ്രസ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും സൈഡിലേക്ക് മാറ്റുമ്പോൾ ഇത് കറങ്ങാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ് RPM നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ഞാൻ ഏറ്റവും ടോപ്പിലാണ് വെച്ചുള്ളത്. അപ്പോൾ ഇത് റിവേഴ്സാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ സംഭവം പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതിൽ ഡ്രിൽ ബിറ്റ് വെച്ചിട്ട് നമ്മൾ ഫോർവേഡിലേക്ക് കറക്കി കഴിഞ്ഞാൽ ഇവിടെ ലോക്കായി വരും. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡ്രിൽ ബിറ്റ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ഈ സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്രിൽ ബിറ്റ് വളരെ പതുക്കെയാണ് കാണുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടിയിടാൻ പോവാണ്. അപ്പോൾ ഇതിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതാണ്. ഇത് നമ്മൾ സ്ക്രൂ അടിക്കുമ്പോൾ ഒന്നിലിട്ടാൽ മതി. സ്ക്രൂ അടിക്കാൻ അതുപോലെ സ്ക്രൂ ടൈറ്റ് ചെയ്യാനൊക്കെ. അല്ലാതെ ഡ്രില്ലിൻ്റെ ആവശ്യത്തിന് നമ്മൾ 2ലേക്കാണ് ഇട്ടേണ്ടത്. അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് 1 2. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു വാട്ടർ ലെവൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഹാമറിംഗ് മോഡ് ഉണ്ടെങ്കിലും ഇത് യൂസ് ചെയ്ത് നമുക്ക് ചുമരിലൊന്നും അത്ര നല്ല രീതിക്കൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഹാമറിംഗ് മോഡായിട്ട് വലിയ ഉപകാര കാര്യങ്ങളൊന്നുമില്ല. ഇത് ഞാൻ ഷോപ്പിൽ കൊണ്ടായിരുന്നു. ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഡ്രില്ലിൻ്റെ ഷോപ്പിൽ കൊണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇത് യൂസ് ചെയ്ത് ചുമരിൽ ഹോൾഡ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഡ്രില്ലറിൻ്റെ ലൈഫ് കുറയുന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ വാളിൽ അതുപോലെ ചുമരിലൊന്നും ഹോൾഡ് ഇടുന്നില്ല. പിന്നെ താബുക്ക് പോലുള്ള ചെറിയ സർഫസിലൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഹാമറിംഗ് മോഡ് യൂസ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് എന്തായാലും ഇവിടെ ചുമരിൽ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. എനിക്കിവിടെ മെറ്റൽ അതുപോലെ വുഡിലൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രില്ലർ വാങ്ങിയത്. പിന്നെ കറണ്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള ചാർജ് ചെയ്യുന്ന ഡ്രില്ലറാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കറണ്ടിൽ വയ്ക്കുന്ന ഡ്രില്ലറൊക്കെ ആകുമ്പോൾ കറണ്ടില്ലാത്ത സ്ഥലങ്ങളിലൊന്നും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഡ്രില്ലർ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡ്രില്ലറിന് എനിക്ക് ഏകദേശം 2474 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങുന്നതാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയുടെ ഫസ്റ്റിൽ ഞാൻ ഇതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങൾ കാണിച്ചാൽ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് കൂടുന്ന ഒരു പ്രശ്നം കൊണ്ട് ഞാൻ ഇതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ് കേട്ടോ ഇതിൻ്റെ സ്പീഡ് കൂടി വരുന്നത്. നമ്മൾ എത്രത്തോളം പ്രസ് ചെയ്യുന്നു അതിനനുസരിച്ച് സ്പീഡ് കൂടി വരും. അത് എനിക്ക് ഈ വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രൈസിൽ അത്യാവശ്യം നല്ലൊരു ഡ്രിൽ മെഷീനാണിത്. പിന്നെ ഇതിനേക്കാൾ കുറഞ്ഞ വിലയിലൊക്കെ നമ്മുടെ കറണ്ടിൽ വയ്ക്കുന്ന ഡ്രിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോഡ്ലെസ് ഡ്രിൽ തന്നെ ഇതിനേക്കാൾ കുറഞ്ഞ വിലയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ചെയ്യാത്ത കാരണം കൊണ്ടല്ല, നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് കൂടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അപ്ലോഡ് ചെയ്യാൻ ടൈം കൂടുതലെടുക്കും, നെറ്റ് കൂടുതൽ ആവശ്യമായിട്ട് വരും. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാത്തത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമ്മുടെ അടുത്ത വീഡിയോ ഉടനെ തന്നെ അത് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ചാർജിങ്ങും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഇതിൽ പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൂരം കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ ചാർജർ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ചാർജറിലുള്ള ഈ ഒരു പിന്നെ നമ്മൾ ഈ ഒരു ഹോളിലേക്ക് കണക്ട് ചെയ്ത് വെക്കാൻ ചെയ്യുന്നത്. ഇതേപോലെ ഇതിൻ്റെ പ്ലഗിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യേണ്ടത് അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ചാർജർ ഒരു എക്സ്റ്റേഷൻ ബോക്സിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന എക്സ്റ്റേഷൻ ബോക്സിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്സ്റ്റേഷൻ ബോക്സ് ആണ്. വളരെ കുറഞ്ഞ ചിലവിലാണ് നമ്മൾ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. 30-40 രൂപ മാത്രമാണ് അത് ഉണ്ടാക്കാൻ ചിലവായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്റ്റേഷൻ ബോക്സിൻ്റെ മേക്കിംഗ് വീഡിയോയും നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കാണിക്കാൻ മറന്നു പോയ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് പറയുന്നത് ഇതുപോലൊരു വള്ളിയുണ്ട് ഈ ഒരു ഡ്രില്ലറിന്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതിന് ഒരു ഇത് വരുന്നുണ്ട്, ഒരു ചെറിയൊരു LED ലൈറ്റ്. ഇത് വെളിച്ചമില്ലാത്ത ഭാഗത്തൊക്കെ ഡ്രിൽ ചെയ്യുമ്പോൾ അത് ഉപകാരപ്പെടും. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു LED ലൈറ്റും കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിക്കാൻ മറന്നു പോയതാണ്. പിന്നെ എന്തായാലും ഇതൊന്ന് ചാർജിന് കാണിച്ചാൽ ഇതിപ്പോൾ പ്ലഗിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തോന്നുമ്പോൾ ഇവിടെ റെഡ് ലൈറ്റ് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
കൊണ്ട് ഇവിടെ റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ അത് ഫുൾ ആയി കഴിഞ്ഞാൽ ഇത് ഗ്രീൻ ലൈറ്റ് ആവുകയും ഇതിലേക്ക് വരുന്ന ചാർജിങ് കട്ട് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ബാറ്ററി ഊരി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും മറക്കല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഇലക്ട്രോണിക്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം.